അതുപോലെ തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫായിദ, എന്താണ് അന്നത്തെ മുശ്രിക്കുകളുടെയും ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകളുടെയും തമ്മിലുള്ള വ്യത്യാസം? ഇതിൽ ആർക്കാണ് കൂടുതൽ ശിർക്കുള്ളത്? കൂടുതൽ കടുത്ത മുശ്രിക്കുകൾ ആരാണ്? അഥവാ ഇന്ന് മുസ്ലിം പേരുകൊണ്ട് നടക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാഥ ചെയ്യുന്ന ആധുനിക മുശ്രിക്കുകൾ, അവരും അറബി മുശ്രിക്കുകളും കുഫാർ ഖുറൈശും തമ്മിലുള്ള താരതമ്യം, ഇതിലാർക്കാണ് കൂടുതൽ കടുപ്പമുള്ള ശിർക്ക് ഉള്ളത്? അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പല കിതാബുകൾ, അൽ ഖവായിദുൽ അർബഅ, കശ്ഫുശ് ശുബ്ഹാത്ത്, അതിലൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന മുശ്രികി സമാനിന അഗ്ലദു ശിർകൻ മിനൽ അവൈൽ, ആദ്യകാലക്കാരെക്കാൾ കടുത്ത ശിർക്കാണ് ഇന്നത്തെ മുശ്രിക്കുകൾ ചെയ്യുന്നത്. ഇന്നത്തെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുകയും അത് ശിർക്കാണ്, അള്ളാഹു വിലക്കിയതാണ് എന്ന തെളിവ് ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അവർ മുശ്രിക്കുകളാണ്. അങ്ങനെയുള്ള മുസ്ലിം നാമധാരികളായ മുശ്രിക്കുകൾ, അവരുടെ ശിർക്കാണ് കൂടുതൽ കടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 5 തരത്തിൽ ഇവരുടെ ശിർക്കിന് കടുപ്പം കൂടുതലാണ്. പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, കടുപ്പമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, വലിയ വിഷമങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികൾ അകപ്പെടുമ്പോൾ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ കയറിയാൽ, കപ്പൽ മുങ്ങുമെന്ന് തോന്നിയാൽ, കാറ്റടിച്ചാൽ ദഅവല്ലാഹ്, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ഒരു ഔലിയാക്കളെയും വിളിക്കാതെ അള്ളാഹുവിനെ വിളിക്കും. എന്നാൽ ഇന്നത്തെ മുശ്രിക്കുകളോ, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ വിളിക്കും. അള്ളാഹുവിനെ ആശ്വാസമുള്ള സമയത്ത് വിളിക്കും, പ്രയാസമുള്ള സമയത്ത് ഔലിയാക്കന്മാരെ വിളിക്കും. അങ്ങനെയുള്ള ആളുകളാണ്. രണ്ടാമത്തെ വ്യത്യാസം, ഈ പ്രപഞ്ചത്തിൽ ഇടപെടാൻ കൈകാര്യകർത്തൃത്വം, റുബൂബിയത്തിന്റെ ഒരു അംശം, അത് തങ്ങളുടെ ഔലിയാക്കന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നവരാണ് ഇന്നത്തെ മുശ്രിക്കുകളിൽ പലരും. റൂഹ് പിടിക്കുന്ന വലിയ, അതുപോലെ തന്നെ പിടിച്ച റൂഹിനെ തിരിച്ചു കൊടുക്കുന്ന വലിയ, ഇങ്ങനെ പ്രപഞ്ചത്തിൽ തസറുഫ്, കൈകാര്യകർത്തൃത്വം ഇവർക്കുണ്ട് എന്ന് ഇന്നത്തെ മുശ്രിക്കുകളിൽ പലരും വിശ്വസിക്കുന്നുണ്ട്. ഇത് അബൂജഹൽ വിശ്വസിച്ചിരുന്നില്ല. അബൂജഹലിനെ കൊണ്ടുവന്ന് തലവെട്ടും എന്ന് പറഞ്ഞാലും അബൂജഹല് അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും മരിപ്പിക്കാനും ജീവിപ്പിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമായിരുന്നില്ല. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം, സിഫാത്തുകളെ നിഷേധിക്കുന്നവരാണ് ഇന്നത്തെ മുശ്രിക്കുകൾ. അള്ളാഹു ഇറങ്ങും, അള്ളാഹു മുകളിലാണ്, അള്ളാഹു സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ നിഷേധിക്കുന്നവരാണ് ആധുനിക മുശ്രിക്കുകൾ. അബൂജഹലും കൂട്ടരും അത് നിഷേധിച്ചിരുന്നില്ല. നാലാമത്തെ വ്യത്യാസം എന്താണ്? ഇന്നത്തെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ അർത്ഥമറിയില്ല. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ശിർക്ക് ചെയ്യുന്നത്. അബൂജഹലിനും കൂട്ടർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമറിയാമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർ അജഅൽതൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഇൽമെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ മുശ്രിക്കുകൾ നാവ് കൊണ്ടത് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ചെയ്യുന്നു. അഞ്ചാമത്തെ വ്യത്യാസം, രണ്ടു കൂട്ടരും ആരാധിക്കുന്ന മഅബൂദാത്ത് എന്താണെന്ന് നോക്കിയാൽ മതി. രണ്ടു കൂട്ടരുടെയും ആരാധ്യ വസ്തുക്കൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നത് ഒന്നുകിൽ സലാഹും ഫസാദും പറയപ്പെടാൻ പറ്റാത്ത, നല്ലത് ചീത്ത എന്ന് പറയാൻ പറ്റാത്ത വസ്തുക്കൾ, കല്ല്, വിഗ്രഹം, അത് സ്വാലിഹാണോ ഫാസിദാണോ എന്ന് പറയാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ സ്വാലിഹായ ആരാധ്യന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കന്മാർ, ഇങ്ങനെ സ്വാലിഹ്യങ്ങൾ. ഈ 2 വിധത്തിലുള്ള മഅബൂദുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇന്നത്തെ മുശ്രിക്കുകളോ ഫാസിദുകളായിട്ടുള്ള, ഫുസാക്കുകളായിട്ടുള്ള, തെമ്മാടികളായിട്ടുള്ള ആളുകൾ ആരാധിക്കുന്നത് കാണാൻ സാധിക്കും. അറബികൾക്കിടയിലായാലും അജ്മികൾക്കിടയിലായാലും. അറബികളായ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു വലിയുണ്ട്, മുശ്രിക്കുകൾ, ഇന്നത്തെ മുശ്രിക്കുകൾ ആരാധിക്കുന്ന, അറബി മുശ്രിക്കുകൾ ആരാധിക്കുന്ന ഒരു ബദവിയുണ്ട്. ബദവി, യാ ബദവി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ അഖീദയുടെ കിതാബുകളിൽ, ആധുനിക പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണാം. ഈ ബദവിയെ കുറിച്ച് പറയുന്നത്, ഇയാൾ ജീവിതത്തിൽ ഒരിക്കലാണ് പള്ളിയിൽ കയറിയിട്ടുള്ളത്. ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കയറി, പള്ളിയിൽ മൂത്രമൊഴിച്ച് ഇറങ്ങിപ്പോയി. ഇതാണ് ഇയാൾക്ക് ദീനുമായുള്ള ബന്ധം. അങ്ങനെയുള്ള ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള ഔലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട്. അവരുടെ ചരിത്രം മുഴുവൻ ഫുജൂറായിരിക്കും, തെമ്മാടിത്തമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ആധുനിക മുശ്രിക്കുകൾക്കുള്ളത്. അതുകൊണ്ട് ഈ 5 രൂപത്തിൽ ആധുനികരായ മുശ്രിക്കുകളുടെ ശിർക്കിന് കടുപ്പം കൂടുതലാണ് എന്നാണ് പണ്ഡിതന്മാർ, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.